മൈസൂരു വികസന അതോറിറ്റി ഭൂമി ഇടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കസ്റ്റഡി തെറിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഓഗസ്റ്റ് 29-നാണ് കേസിന്റെ അടുത്ത വിചാരണ നടക്കുന്നത്. അതുവരെ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കരുതെന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയതിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടത്. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിലും പുതിയ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാർ തന്റെ എതിരാളിയായ സതീഷ് ജാർക്കിഹോളിയുമായി 40 മിനിറ്റിലധികം സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. KPCC അധ്യക്ഷനായി സതീഷ് ഉടൻ ചുമതലയേൽക്കുമെന്നും അതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല. DK ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ സംസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് വരെ സതീഷ് ജാർക്കിഹോളി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യക്തത വരുത്താനുമാണ് യോഗമെന്നാണ് സൂചന. ബെൽഗാവി രാഷ്ട്രീയത്തിന്റെയും സഹകരണ ബാങ്കുകളുടെയും നിയന്ത്രണത്തെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തത്. ഇവയടക്കമുള്ള മറ്റ് തർക്ക വിഷയങ്ങൾ നേരത്തെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ രമ്യതയിൽ മുന്നോട്ടു പോകാനാണ് ഇരു നേതാക്കളും ശ്രമിക്കുന്നത്. ഇരു നേതാക്കളും നേരത്തെ പലതവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചൊവ്വാഴ്ചത്തെ കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നാണ് സതീഷുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നാൽ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പാർട്ടി മുൻ അധ്യക്ഷൻ G പരമേശ്വര എന്നിവരുൾപ്പെട്ടവരും സാധ്യത പട്ടികയിലുണ്ടാകും. ഈ സാഹചര്യത്തിൽ ശിവകുമാറിന് മുഖ്യമന്ത്രിയാകണമെങ്കിൽ സതീഷിന്റെ പിന്തുണ നിർണായകമാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും 20 MLA-മാരെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള നേതാവാണ് സതീഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ വന്നാൽ KPCC അധ്യക്ഷനായി സതീഷ് ജാർക്കിഹോളിയും DK ശിവകുമാർ മുഖ്യമന്ത്രിയായും ചുമതലയേൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.